കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് എല്ലാ ദിവസവും എന്ന പോലെ ഇപ്പോൾ വന്യജീവി ആക്രമണങ്ങളുടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തിനിടെ 4 പേർ മരിക്കുന്ന സാഹചര്യമൊക്കെ വയനാട്ടിൽ ഉണ്ടാവുന്നു. അപ്പോൾ രൂക്ഷമായ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് വയനാട് ജില്ലയിൽ UDF ഹർത്താൽ ആചരിക്കുകയാണ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അവശ്യ സർവീസുകളെയും പരീക്ഷ, വിവാഹം, പള്ളിക്കുന്ന് തിരുനാൾ തുടങ്ങിയവയൊക്കെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കി. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഇന്നലെ കർഷകരുടെ ഭാഗത്തു നിന്ന് ഇതുപോലൊരു ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അത് ജനജീവിതത്തെ ബാധിച്ചിരുന്നില്ല. പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല. UDF അത്ര രൂക്ഷമായ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ഹർത്താലുമായി എത്തുന്നത്. ഏത് രീതിയിലാണ് ഹർത്താൽ? ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞല്ലോ, ജസ്റ്റ് തുടങ്ങി. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ശ്രീജ, ഹർത്താൽ ആദ്യ മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ ഏതാണ്ട് പൂർണ്ണമെന്ന രീതിയിൽ വിശേഷിപ്പിക്കാം. കാരണം കഴിഞ്ഞ ദിവസം കർഷക സംഘടനകൾ ഈ ഹർത്താൽ പ്രഖ്യാപിച്ചെങ്കിലും അതിനോട് പൂർണ്ണമായ ഒരു സഹകരണം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. എന്നാൽ അതിനുശേഷം വീണ്ടും ഒരാളുടെ ജീവൻ കൂടി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഏതാണ്ട് ഓരോ ദിവസവും ഓരോ ഇടങ്ങളിലായി ഓരോ മനുഷ്യർ ഈ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം. വയനാട് ജില്ലയെ സംബന്ധിച്ച് നോക്കിയാൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ 2 പേരാണ് മരിച്ചത്. സംസ്ഥാനത്തൊട്ടാകെ നോക്കിയാൽ വയനാട് ജില്ലയ്ക്ക് അപ്പുറം ഇടുക്കിയിലും തിരുവനന്തപുരത്തു നിന്നുമൊക്കെ, അതായത് സംസ്ഥാനത്ത് വനമേഖലയോട് ചേർന്ന് അതിര് പങ്കിടുന്ന ജനവാസ മേഖലകളിലൊക്കെ ആളുകളുടെ ജീവിതം അങ്ങേയറ്റം അരക്ഷിതമായ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ സർക്കാർ ഈ വന്യജീവി ആക്രമണം നേരിടാൻ സമയബന്ധിതമായ കൃത്യമായ നടപടിക്രമങ്ങൾ കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ട് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. അടിയന്തര സർവീസുകളെയൊക്കെ ഈ ഹർത്താലിൽ നിന്നും ഒഴിവാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷേ വലിയ പ്രതിഷേധം ഇന്ന് ഹർത്താൽ അനുകൂലികൾ പ്രകടനവും മറ്റുമൊക്കെ നടത്തുമ്പോൾ ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം നിരന്തരം ഇത്തരം ഈ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം. പക്ഷേ ഓരോ സംഭവങ്ങളും ഉണ്ടാകുമ്പോഴും സർക്കാർ കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിക്കുമ്പോഴും നഷ്ടപരിഹാരത്തിനപ്പുറം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നാണ് UDF പ്രതിപക്ഷ സംഘടനകൾ ആരോപിക്കുന്നത്. ജനവാസ മേഖലകളെയും കാടിനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിരുകൾ കൃത്യമായി സ്ഥാപിക്കുക, ട്രെഞ്ചുകൾ സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും അത് ഓരോ സമയത്തും ഓരോ ഇടങ്ങളിലായി ഇത്തരം ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഉറപ്പ് നൽകുന്നു എന്നതിനപ്പുറം ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ കൈക്കൊള്ളുന്നില്ല എന്ന ആരോപണമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഇന്ന് ജനജീവിതം വയനാട്ടിലെ സ്തംഭിക്കും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. രാവിലെ KSRTC സർവീസുകളും മറ്റുമൊക്കെ വയനാട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ ബസ്സുകൾക്ക് സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. നേരത്തെ വ്യാപാര സംഘടനകളൊക്കെ ഈ ഹർത്താലിനോട് സഹകരിക്കാനാവില്ല എന്നൊക്കെ നിലപാടെടുത്തു. പക്ഷേ എത്രമാത്രം ഈ കടകളൊക്കെ തുറക്കും എന്നതിന് വരും മണിക്കൂറുകളിൽ മാത്രമേ അറിയാൻ കഴിയൂ. ശ്രീജ. ശരി, അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ UDFന്റെ ഹർത്താലാണ്. വന്യജീവി ആക്രമണം മനുഷ്യജീവിതത്തെ അത്രയേറെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ UDF ഹർത്താലുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. അവശ്യ സർവീസുകളെ ഒഴിവാക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം ഇത് കമ്പോളങ്ങളൊക്കെ എത്രത്തോളം തുറന്ന് പ്രവർത്തിക്കും, അല്ലെങ്കിൽ സാധാരണ മനുഷ്യർ എത്രത്തോളം നിരത്തുകളിലേക്ക് ഇറങ്ങും എന്നതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് അടുത്ത മണിക്കൂറുകളിലേക്ക് കടക്കണം. ഹർത്താൽ തുടങ്ങിയതേയുള്ളൂ. വയനാട്ടിൽ ഇന്ന് വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. മറ്റു വാർത്തകൾ നോക്കാം. വന്യജീവി ആക്രമണത്തെ തടയാനായി കർമ്മ പദ്ധതിയുമായി വീണ്ടും വനം വകുപ്പ് രംഗത്തെത്തുകയാണ്. ഇതിനായി വനം വകുപ്പ് 10 മിഷനുകൾ രൂപീകരിച്ചു. എല്ലാ ഫോറസ്റ്റ് ഡിവിഷനിലും ആനത്താരകൾ നിർമ്മിക്കാനും വന്യമൃഗങ്ങളുടെ സ്ഥിരം സഞ്ചാരപാതകൾ നിരീക്ഷിക്കാനും കർമ്മ പദ്ധതിയിൽ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് കാട്ടാന ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് വനം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നത്. സംസ്ഥാനത്ത് വന്യജീവി സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കാട് പിടിച്ചു കിടക്കുന്ന എസ്റ്റേറ്റുകളുടെ ഉടമകൾക്ക് അടിയന്തരമായി കാട് നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകുന്നതിന് യോഗം തീരുമാനിച്ചു. വനത്തിലൂടെ കടന്നുപോകുന്ന റോഡുകൾക്കിരുവശവും അടിക്കാടുകൾ വെട്ടിത്തെളിച്ച് ക്ലിയറൻസ് നടത്തുന്നതിന് നിർദ്ദേശം നൽകി. വേനൽക്കാലത്ത് വനമേഖലയിലൂടെ യാത്ര ചെയ്യുന്നവരും വനത്തിനടുത്ത് താമസിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് യോഗത്തിൽ തീരുമാനിച്ചു. ജനവാസ മേഖലകൾക്കരികിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം നിരീക്ഷിക്കുന്നതിന് റിയൽ ടൈം മോണിറ്ററിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചു. സംസ്ഥാനത്ത് പ്രവർത്തിച്ചുവരുന്ന 28 റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾക്ക് ആധുനിക ഉപകരണങ്ങളും സംവിധാനങ്ങളും ലഭ്യമാക്കുന്നതിന് SDMAക്ക് സമർപ്പിച്ച പ്രപ്പോസലിന്മേൽ അടിയന്തരമായി തുടർ നടപടി ത്വരിതപ്പെടുത്തും. വനങ്ങളിലൂടെ കടന്നുപോകുന്ന പാതകളിൽ രാത്രിയാത്ര നടത്തുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകും. കൂടാതെ 10 മിഷനുകൾക്കും യോഗം തീരുമാനിച്ചു. കാട്ടാന ആക്രമണങ്ങൾ വർദ്ധിച്ചതോടെ മന്ത്രിയുടെ രാജി ആവശ്യമടക്കം ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഉന്നതതല യോഗം ചേർന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.
പട്ടാപ്പകൽ കാട്ടാനയുടെ ആക്രമണം കണ്ട് വെറുങ്ങലിച്ച് നിൽക്കുകയാണ് മലപ്പുറം നിലമ്പൂർ പോത്തുകല്ല് അപ്പൻകാപ്പ് നഗറിലെ 123 കുടുംബങ്ങൾ. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് ഇവിടെ കാട്ടാന ഇറങ്ങിയത്. ഒരുപാട് കുട്ടികൾക്ക് ജീവൻ നഷ്ടമായിരുന്നു. ഇന്ന് എന്തോ ദൈവഭാഗ്യം കൊണ്ട് അതിലെ ആന തിരിയാതെ ആന ഇതിലെ തിരിഞ്ഞു പോയതാണ്. ഒരു വലിയ എന്താ പറയാ, അതിന് ദൈവത്തിനോട് മാത്രമേ നന്ദി പറയാനുള്ളൂ. ഇവരുടെ വാക്കുകളിലെല്ലാം ഉണ്ട്. പട്ടാപ്പകൽ പോലും കാട്ടാന ഇറങ്ങുന്ന ഈ ഇടത്ത് ഇനി എങ്ങനെ സുരക്ഷിതമായി നിൽക്കും? എങ്ങനെ പുറത്തിറങ്ങും? ഇനി കുട്ടികളെ എങ്ങനെ അംഗനവാടിയിലാക്കും? ആശങ്ക ഉയർത്തുന്ന ചോദ്യങ്ങൾ. പ്രദേശത്തെ അംഗനവാടി മുറ്റത്തേക്കാണ് മോഴയാന ഭീതി പരത്തി പാഞ്ഞെത്തിയത്. കുട്ടികൾ ഉൾപ്പെടെ കാട്ടാനയുടെ മുന്നിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ആനയെ കണ്ട് എല്ലാവരും ഓടി രക്ഷപ്പെടുകയായിരുന്നു. മിറ്റടിച്ച് നിന്നപ്പോ പിന്നെ കുറെ കഴിഞ്ഞപ്പോ അതൊക്കെ അടിച്ചു കയറി കഴിഞ്ഞപ്പോ ആന വന്നാണ്ട് നോക്കി നിൽക്കുക. അതിൽ ഞാനും കുറെ നോക്കി നിന്നു. എന്നിട്ട് ഞാൻ ടീച്ചറേയും കുട്ടികളൊക്കെ അകത്തുനിന്ന് കൂട്ടിക്കൊടുന്നു. കുട്ടികളൊക്കെ അകത്ത് തന്നെയാണ്. അങ്ങനെ ഉണ്ടായത്. പിന്നെ എല്ലാരും പേടിച്ചിന്ന് കുറെ നേരം വിറച്ചിക്കണം. പിന്നെ കുറെ കഴിഞ്ഞപ്പോ സമാധാനമായി ആന പോയപ്പോ. രാവിലെ മുതൽ തന്നെ ആനയെ ചിലർ വനാതിർത്തിയിൽ കണ്ടിരുന്നതായി പറയുന്നുണ്ട്. നീർപ്പുഴയ്ക്ക് ഇരുവശങ്ങളിലായുള്ള ആദിവാസി വീടുകൾക്കിടയിലൂടെയായിരുന്നു ആനയുടെ വരവ്. 123 കുടുംബങ്ങളാണ് ഈ നഗറിൽ താമസിക്കുന്നത്. ആളുകളെത്തി ബഹളം വെച്ചും പാട്ടകൊട്ടിയും 1 മണിക്കൂറോളം പണിപ്പെട്ടാണ് ആനയെ കാട്ടിലേക്ക് കയറ്റിവിട്ടത്. വലിയൊരു ഭീഷണി നേരിടുകയാണ്. കാരണം ചുറ്റുഭാഗം ഫോറസ്റ്റ് ഏരിയ ആണ്. ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇല്ല എങ്കിൽ ഈ ട്രൈബൽ നഗറിലെ ആളുകൾ അത്ര ഭീതിയിലാണ് കഴിയുന്നത്. കാരണം ഒരു അപകട സാഹചര്യത്തിലുള്ള ഒരു ആനയാണ് എന്നാണ് ഇപ്പോൾ ഇവിടെ ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോളനി ഈ നഗറിലെ മുതിർന്ന ആളുകൾ പറയുന്നത്. കാരണം അതങ്ങനെ പെട്ടെന്ന് പിന്മാറുന്ന തരത്തിലുള്ള ഒരു ആനയല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഈ ചക്കയൊക്കെ ഉണ്ടായ സമയമാണ്. ഈ സമയത്തൊക്കെ ആന അവരെ ഇതിന്റെ ഒരു സ്മെല്ലൊക്കെ അവരെ അട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവര് ഏത് സമയം ഇനി വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു അടിയന്തരമായിട്ട് ഇതിൽ ഇടപെടണം. ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥർ ഇപ്പൊ കുറച്ച് നേരത്തെ മുമ്പ് വന്നു പോയി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇങ്ങോട്ട് കാട്ടിലേക്ക് കയറിയെങ്കിലും എത്രത്തോളം അത് ഉള്ളിലോട്ട് പോയി എന്നോ അല്ലെങ്കിൽ ഇനിയും വരാൻ നമുക്ക് ഇവിടെ ഇനിയും ഇത്തരത്തിലൊരു ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം കാണണം. ഇവിടുത്തെ ഫെൻസിങ്ങോ ഒരു സോളാർ ഫെൻസിങ് ഒന്നും ഒരു കാര്യക്ഷമമായ രീതിയിലല്ല ഇവിടെ പ്രവർത്തിക്കുന്നത്. കാരണം നടുക്കൂടെ നമുക്ക് നീർപ്പുഴ ഒഴുകുന്നുണ്ട്. ഇതൊക്കെ ഇതിലൊന്നും ആന ഏത് ഭാഗത്തൂടെ ആനയ്ക്ക് വരാവുന്ന രീതിയിലാണ്. ട്രഞ്ചൊന്നും കാര്യക്ഷമമായ രീതിയിലല്ല. കല്ലുകൊണ്ട് കെട്ടി അതൊക്കെ ഇടിച്ച് തകർത്തിട്ടാണ് ആന വരുന്നത്. ഒരു കൃത്യമായൊരു പ്രൊട്ടക്ഷൻ ഇല്ലാത്ത രീതിയിലാണ് ഇപ്പൊ നിലവിലുള്ളത്. ആന ഉൾക്കാട്ടിലേക്ക് തിരിച്ചു പോകാത്തത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും വീണ്ടും എത്തിയേക്കാം എന്ന ആശങ്കയും ഇവർക്കുണ്ട്. വനപാലകർ സാഹചര്യങ്ങൾ ഗൗരവത്തിൽ കണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപമാണ് ഇവിടെ നിന്നും ഉയരുന്നത്. ന്യൂസ് 18 മലപ്പുറം. കാസർഗോഡ് അതിർത്തി പ്രദേശങ്ങളിൽ കടുവയെയും പുലിയെയും വെടിവെച്ച് കൊന്നാൽ ഇനാം കിട്ടുന്ന ഒരു കാലമുണ്ടായിരുന്നു. പുലിയെയും കടുവയും വെടിവെച്ച് കൊന്നാൽ 30 രൂപ വീതം ഇനാം പ്രഖ്യാപിച്ച 1866 ബ്രിട്ടീഷ് അധികാരികളുടെ ഉത്തരവ് മൈസൂർ പുരാരേഖ മ്യൂസിയത്തിലുണ്ട്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. പാണത്തൂർ, ആദൂർ, കാറടുക്ക, റാണിപുരം, എള്ളുകൊച്ചി കർണാടകയോട് അതിർത്തി പങ്കിടുന്ന കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലകൾ. ഇവിടെ ഇപ്പോൾ മാത്രമല്ല 2 നൂറ്റാണ്ട് മുമ്പും വന്യമൃഗശല്യം രൂക്ഷമായിരുന്നു. മൈസൂർ പുരാരേഖ മ്യൂസിയത്തിലുള്ള ബ്രിട്ടീഷ് ഭരണകാലത്തെ രേഖകളാണ് തെളിവ്. 1866 കടുവകളെയും പുലികളെയും വെടിവെച്ചു കൊല്ലാൻ 30 രൂപ റിവാർഡ് പ്രഖ്യാപിച്ച് പോലീസിന് നൽകിയ ഉത്തരവിന്റെ പകർപ്പ് ഇന്നും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. സൗത്ത് കാനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്കിൽ കടുവകളുടെ ആക്രമണം ആ കാലത്ത് തന്നെ ഭയാനകമായിരുന്നുവെന്നും ഈ രേഖകൾ വ്യക്തമാക്കുന്നു. സൗത്ത് കാനറ ഗസറ്റിൽ 1866 ജനുവരി 6 ഇറങ്ങിയ വോളിയം 2 കടുവകളെ പിടികൂടാൻ ഇനാം പ്രഖ്യാപിച്ച രേഖകൾ ഉള്ളത്. മെയ് 12 ഇറങ്ങിയ വോളിയം 9 കടുവകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടി പോലീസ് അധികാരികൾക്ക് നൽകിയ ഉത്തരവും കാണാം. സൗത്ത് കാനറ ഗസറ്റിന്റെ ഭാഗമായിട്ടുള്ള വോളിയം 2 വോളിയം 9 പരാമർശിക്കപ്പെടുന്നത് നിരവധി പേര് പുലിയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടു എന്നും അതുകൊണ്ട് തന്നെയാണ് വോളിയം 2 പ്രകാരം ഗവൺമെന്റിന്റെ ഉത്തരവിറക്കുകയുണ്ടായി. പുലിയെ പിടിക്കുന്നവർക്ക് 30 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ട്. തുടർന്ന് വീണ്ടും അറ്റാക്ക് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം വീണ്ടും ഗവൺമെൻറ് ഉത്തരവിറക്കുന്നുണ്ട്.
സൂചിപ്പിക്കുന്നത് വർഷങ്ങൾ പഴക്കമുള്ളതാണ് കാസർഗോഡ് ജില്ലയിലെ പുലിയുടെ ആക്രമണങ്ങൾ. അതിർത്തി ഗ്രാമങ്ങളിലെ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഒരു ജനത അപ്പാടെ പലായനം ചെയ്യേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കെ.വി. ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. തിരുവനന്തപുരം വർക്കലയിൽ അനധികൃതമായി പ്രവർത്തിച്ചു വന്ന റിസോർട്ട് നഗരസഭ പൂട്ടി സീൽ ചെയ്തു. വർക്കല സൗത്ത് ക്ലിഫിലെ റിസോർട്ടാണ് നഗരസഭാ അധികൃതർ സീൽ ചെയ്തത്. കെട്ടിട നിർമ്മാണ വേളയിൽ പലതവണ നഗരസഭ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. തീരദേശ പരിപാലന നിയമം ലംഘിച്ച് കെട്ടിടങ്ങൾ നിർമ്മിച്ചെന്ന് കാട്ടിയാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. എന്നാൽ അത് വകവയ്ക്കാതെയായിരുന്നു കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. പരിസ്ഥിതി ലോല പ്രദേശമായ ക്ലിഫ് കുന്നുകൾക്കരികിലായി അപകടകരമായി വലിയ നീന്തൽക്കുളം നിർമ്മിക്കുകയും ചെയ്തു. നീന്തൽക്കുളത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കുന്നതിനും കുഴി മൂടുന്നതിനുമായുള്ള നടപടി സ്വീകരിക്കണമെന്ന് നഗരസഭ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇത് മറികടന്ന് നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നു. നഗരസഭ കൌൺസിൽ കൂടി ഈ റിസോർട്ടിന്റെ പ്രവർത്തനാനുമതി തടഞ്ഞുകൊണ്ട് തീരുമാനമെടുത്തു. പക്ഷേ പ്രവർത്തനാനുമതി നിഷേധിച്ച നഗരസഭയുടെ നോട്ടീസ് വകവയ്ക്കാതെയാണ് റിസോർട്ട് ഇതുവരെ പ്രവർത്തിച്ചത്. തുടർന്നാണ് നഗരസഭാ അധികൃതർ വർക്കല പോലീസിന്റെ സഹായത്തോടെ കടുത്ത നടപടിയുമായി റിസോർട്ടിലെത്തിയത്. എല്ലാ റൂമുകളും കോട്ടേജുകളും ഓഫീസ് മന്ദിരവും റെസ്റ്റോറന്റും പൂട്ടി സീൽ ചെയ്യുകയായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. മറയൂർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിലെ ഇടിഞ്ഞ ഭാഗത്തിന്റെ പുനർനിർമ്മാണം വൈകുകയാണ്. സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് റോഡ് ബലപ്പെടുത്തണമെന്നാണ് ആവശ്യം. റോഡിന്റെ ഒരു ഭാഗത്ത് അഗാധമായ കൊക്കയാണ്. ഇവിടത്തെ കൽക്കെട്ടാണ് ഇടിഞ്ഞുപോയത്. കഴിഞ്ഞ വർഷത്തെ കനത്ത മഴയിൽ റോഡിന്റെ വശം ഇടിയുകയായിരുന്നു. മൂന്നാറിൽ നിന്നും തമിഴ്നാട്ടിലേക്കുള്ള അന്തർ സംസ്ഥാന ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ദിവസവും ഇതുവഴി സഞ്ചരിക്കുന്നത്. കൊടും വളവിനോട് ചേർന്ന് കൽക്കെട്ട് ഇടിഞ്ഞത് അപകട സാധ്യത കൂട്ടുന്നു. 6 മാസമായിട്ട് ഇത് ഇടിഞ്ഞ് കിടക്കുക. റോഡിലെ ഹെവി വണ്ടികൾ വന്ന് നിരന്തരം കയറി വരുന്ന, അവിടുന്ന് ട്രെയിനിങ് ആയതുകൊണ്ട് കയറി വന്നു കഴിയുമ്പോൾ അറിയുള്ളൂ. ഫ്രണ്ട് വന്ന് കയറി കഴിഞ്ഞാൽ തട്ടിപ്പോവും. ഇത്ര 600 അടി താഴ്ചയുണ്ട്. ഇത് ട്രാൻസ്പോർട്ട് ബസ് എല്ലാമേ ഇതിൽ കയറി വരുന്ന സ്ഥലമാണ്. അതായത് നടപടി എടുത്തില്ലെങ്കിൽ ഇത് വണ്ടി ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ നടപടി എടുക്കാൻ വേണ്ടിയായിരിക്കും പ്ലാൻ. ഇടിഞ്ഞുപോയ ഭാഗത്ത് മണ്ണ് കൂട്ടിയിട്ടാണ് താൽക്കാലിക സുരക്ഷ ഒരുക്കിയിട്ടുള്ളത്. മഴക്കാലത്ത് വെള്ളമിറങ്ങിയാൽ റോഡിന്റെ ഈ ഭാഗം കൂടുതൽ ദുർബലമാകും. അടുത്ത മഴക്കാലത്തിന് മുൻപ് റോഡ് സുരക്ഷിതമാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 ഇടുക്കി. ഏറെ സമരങ്ങൾ നടത്തി ഗതാഗത യോഗ്യമാക്കിയ റോഡ് പണി തീരും മുൻപ് തന്നെ കുത്തിപ്പൊളിക്കുന്നത് ഏത് നാട്ടുകാർക്കാണ് സഹിക്കുക? മലപ്പുറം പെരിന്തൽമണ്ണ കുളത്തൂർ വളാഞ്ചേരി റോഡിൽ കുളത്തൂർ മുതൽ വളാഞ്ചേരി വരെയാണ് റോഡിന്റെ ഒരു ഭാഗത്ത് ഭൂഗർഭ ലൈൻ സ്ഥാപിക്കുന്നതിനായി KSEB കുഴിയെടുക്കുന്നത്. ഒട്ടേറെ സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ചരിത്രമുണ്ട് ഈ റോഡ് ഇങ്ങനെ ഗതാഗത യോഗ്യമായതിന് പിന്നിൽ. റോഡ് പണി മുഴുവൻ തീരും മുൻപേ ഒരു വശത്ത് പൊളിക്കാൻ തുടങ്ങി. മാലാപ്പറമ്പ് സബ്സ്റ്റേഷനിൽ നിന്നും പൂക്കാട്ടിരിയിലേക്ക് ഭൂഗർഭ വൈദ്യുതി ലൈൻ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് റോഡിന്റെ ഒരു വശം കുഴിച്ചിരിക്കുന്നത്. റോഡിലെ ടാറിംഗ് ഉണങ്ങും മുൻപേ കുത്തിപ്പൊളിക്കൽ തുടങ്ങുന്നത് കണ്ടതോടെ നാട്ടുകാർ പ്രതിഷേധിച്ചു. 2 മാസമായി തുടങ്ങിയിട്ട് ഇത് പണി പൂർത്തിയായിട്ടില്ല. ഇത് ഫസ്റ്റ് കോട്ട് ഇട്ടിട്ടുള്ളൂ. ഈ ഫസ്റ്റ് കോട്ട് ഇട്ട് പിന്നെ ഇവിടെ വെങ്ങാട് ഗൂഗിളത്തിൻ്റെ ഇവിടെ എത്തിയപ്പോഴേക്കും അവർ അതിൻ്റെ പിറ്റേന്ന് ഇവർ വന്നിട്ട് KSEBക്കാർ വന്നിട്ട് ഇത് റോഡ് ഡാർപ്പണി കഴിഞ്ഞ ഭാഗത്ത് കംപ്ലീറ്റ് കുഴിതു തുടങ്ങി. വാട്ടർ അതോറിറ്റി അതിനെ വിളിച്ച് ബന്ധപ്പെട്ടു. എല്ലാവരും വന്നിട്ട് അവർ പറഞ്ഞ് ഞങ്ങൾ പണി കഴിഞ്ഞ ഉടനെ ശരിയാക്കുമെന്ന് പറഞ്ഞു. പക്ഷെ എന്ന് ശരിയാക്കുമെന്ന് അവരോട് ചോദിച്ചു നോക്കുമ്പോൾ അത് അവർക്ക് പറയാൻ തയ്യാറില്ല. റോഡ് കുഴിച്ചതുകൊണ്ട് അപകടങ്ങളും പതിവായെന്നും ഇവർ പറയുന്നു. അവിടെ ഒരു ഫാമിലി വണ്ടിയിട്ട് വരുമ്പോൾ ഈ മണ്ണുണ്ടല്ലോ, അവിടെ മണ്ണ് ഇതാക്കിയിട്ടുണ്ട്. ആ മണ്ണിൻ്റെ അവിടെ ബ്ലോക്ക് ആയിട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഈ വളവായ കാരണം ആ വണ്ടി വളഞ്ഞ് ഇങ്ങോട്ട് ഒടിഞ്ഞു വന്നോട് കൂടിയിട്ട് ബൈക്കാരനും ഫാമിലിയും പാടെ അവിടെ വീണു. ഞാനൊക്കെ രാത്രി വെജിറ്റബിൾ ഷോപ്പ് പോണതാണ്. എവിടെയാണ് ഇത് രാത്രി കാലത്ത് എവിടെ പൊളിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയില്ല. പല അപകടം പറ്റിയാലും അധികാരികളൊന്നും ശ്രദ്ധിക്കണില്ല. ഇതിനിടെ കുഴിയെടുത്തപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയതിന്റെ പ്രതിസന്ധി വേറെയുമുണ്ട്. ഈ പ്രവൃത്തി കാരണം ഇവിടെയുള്ള ജനങ്ങളെ കുടിവെള്ളം മുട്ടിക്കണം. പൈപ്പ് പൊട്ടിയിട്ട് കുടിവെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടിയിട്ട് ഞങ്ങൾ അവരെ ഉപരോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യും, ആദ്യം കുടിവെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടിയത് ആ പൈപ്പ് ശരിയാക്കി, എന്നിട്ട് നിങ്ങൾ പണിയെടുത്തോളിയാണ്. അതിനും അവർക്ക് വേണ്ടിയില്ല. എന്നാൽ KSEBക്ക് പറയാനുള്ളത് ഇപ്രകാരമാണ്. വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ മറ്റു വഴികളൊന്നുമില്ല. ഭൂഗർഭ വൈദ്യുതി ലൈനിന് വേണ്ടി റോഡിൽ കുഴിയെടുക്കേണ്ടി വരുമെന്ന് നേരത്തെ തന്നെ പൊതുമരാമത്ത് വകുപ്പിനെ അറിയിച്ചിരുന്നു. ടാറിംഗ് ഒരു 10 ദിവസം കൂടി കാത്തിരുന്നെങ്കിൽ ഈ പണി പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നു. റോഡ് പഴയ പോലെ ആക്കുന്നതിന് 57 ലക്ഷം രൂപ ഇതിനകം അടച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നും KSEB അധികൃതർ വ്യക്തമാക്കി. എല്ലാം ചട്ടപ്രകാരമാണെങ്കിലും കുഴിയടച്ചതിനു ശേഷമുള്ള അറ്റകുറ്റപ്പണി കൃത്യമായി സമയബന്ധിതമായി നടക്കുമോ എന്ന ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത്.
ഏറെ പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ് സ്റ്റേറ്റ് ഹൈവേ 73-ലെ കുളത്തൂർ മുതൽ വളാഞ്ചേരി വരെയുള്ള ഭാഗം റീടാറിംഗ് നടത്തിയത്. എന്നാൽ റോട്ടിലെ ടാർ ഉണങ്ങും മുൻപ് ഇവിടെ ഒരു വശം കുത്തിപ്പൊളിച്ച് KSEBയുടെ പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ ഇത് മാത്രമാണ് വഴിയെന്നാണ് KSEB പറയുന്നത്. റോഡും വേണം, നല്ല വോൾട്ടേജും വേണം. പക്ഷേ ഇവിടെ വേണ്ടത്, അനിവാര്യമായിട്ട് വേണ്ടത് വകുപ്പുകൾ തമ്മിലുള്ള ഒരു ഏകോപനമാണ്, ഒരൈക്യമാണ്. അതുണ്ടായിരുന്നെങ്കിൽ റോഡ് പണി കഴിഞ്ഞ പാടെ ഇത്തരത്തിലുള്ള കുത്തിപ്പൊളിക്കലുകൾ ഉണ്ടാകുമായിരുന്നില്ല. റോഡ് പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ജോലികളെല്ലാം തന്നെ തീർക്കാമായിരുന്നു. ഇവിടെ നഷ്ടമാകുന്നത് ജനങ്ങളുടെ നികുതി പണവും കൂടിയാണ്. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. ഭക്തലക്ഷങ്ങൾക്ക് ദർശന പുണ്യം പകർന്ന് പെരുങ്കളിയാട്ടത്തിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി ഉയർന്നു. 19 വർഷങ്ങൾക്ക് ശേഷമാണ് കാസർഗോഡ് പുതുക്കൈ മുച്ചിലോട്ട് തിരുമുറ്റത്തേക്ക് തെയ്യക്കോലം എഴുന്നള്ളിയത്. ഐതിഹ്യ പെരുമയിൽ കൈലാസക്കല്ല് വലം ചെയ്ത് ഭുവനേശ്വരിയായ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി ഉയർന്നു. ചെത്തിപ്പൂമാലകളാൽ അലങ്കരിച്ച തിരുമുടിയും പ്രാക്കൊഴുത്തിന്റെ വർണ്ണശോഭയോടും കൂടിയാണ് ദേവി ഭക്തർക്കിടയിലെത്തിയത്. അയ്യടിത്താളത്തിൽ 9 തവണ ക്ഷേത്രം വലം ചെയ്ത ശേഷം ഭഗവതിയുടെ കോലം പുരാവൃത്ത പെരുമയിൽ മണിക്കിണർ നോക്കി. തുടർന്ന് ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് മഞ്ഞൾ കുറിയും നൽകി. ഞങ്ങളുടെ ഏറ്റവും ഒരുപാട് കാലത്തെ ഞങ്ങളുടെ പ്രാർത്ഥനയാണ് സാധിക്കുക. അതിന് ഈ നാട്ടുകാർ നൽകിയ നിർലോഭമായ സഹകരണം. മുച്ചിലോട്ട് ഭഗവതിയുടെ ഐതിഹ്യം എന്ന് പറയുന്നത്, ഈ പുതുക്കൈ മുച്ചിലോട്ട് 2 തമ്പുരാട്ടിമാരുണ്ട്, തമ്പുരാട്ടിയുള്ള 2 തിരുമുടികളുണ്ട്. ഒരേ സമയം 2 തിരുമുടി നേരുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി. മുച്ചിലോട്ട് ഭഗവതിയുടെ 2 തെയ്യക്കോലങ്ങൾ ഒരേ സമയം അരങ്ങിലെത്തുന്നത് നീലേശ്വരം പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന്റെ സവിശേഷതയാണ്. നീണ്ട 19 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ശിവനന്ദിനിയായ ഭഗവതിയുടെ തിരുമുടി നിവരൽ 10,000-ങ്ങൾക്ക് ദർശന പുണ്യമായി. ന്യൂസ് 18 കാസർഗോഡ്. ഏതു തരം നായ്ക്കളെയും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പരിശീലിപ്പിക്കുന്ന ഒരാളുണ്ട് ഇടുക്കിയിൽ. ഇടുക്കി തടിയമ്പാടുള്ള സജി M. കൃഷ്ണനാണ് വ്യത്യസ്തനായ ഈ പരിശീലകൻ. നായ്ക്കളെ പരിശീലിപ്പിക്കുക എന്നത് കുറച്ച് കഠിനമായ ജോലിയാണ്, പ്രത്യേകിച്ച് മറ്റ് വീടുകളിൽ വളരുന്ന നായ്ക്കളെ. എന്നാൽ എവിടെ വളരുന്നതോ ആകട്ടെ, അവരെ എല്ലാം മെരുക്കാൻ കഴിവുള്ളൊരാൾ ഇടുക്കിയിലുണ്ട്. തടിയമ്പാടുള്ള സജി M. കൃഷ്ണനാണ് ഈ വ്യത്യസ്തനായ പരിശീലകൻ. നായ്ക്കളെ നിമിഷങ്ങൾക്കുള്ളിൽ അനുനയിപ്പിച്ച് കയ്യിലെടുക്കാം. തന്റെ സങ്കേതത്തിലെത്തിച്ചാൽ 30 മുതൽ 45 ദിവസം വരെ പരിശീലിപ്പിക്കും. 2010 മുതലാണ് ഞാൻ ഇതിൽ സജീവമായിട്ട് ട്രെയിനിങ് മേഖലയിലേക്ക് സജീവമായിട്ട് വരുന്നത്. അതുകൂടാതെ തന്നെ കുട്ടിക്കാലത്തും ഞാൻ ഡോഗിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു കുട്ടിക്കാലം മുതൽ എനിക്ക് ഡോഗിനെ വളരെ ഇഷ്ടമായിരുന്നു. അതാണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ കാരണം. സാധാരണ നായ്ക്കൾക്ക് വീടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതോടൊപ്പം വീടുകൾക്ക് കാവൽ ഏർപ്പെടുത്തുന്നതിനും എസ്റ്റേറ്റുകളും തോട്ടങ്ങളുമൊക്കെ നിരീക്ഷിക്കുന്നതിനുമെല്ലാം സജി M. കൃഷ്ണൻ നായ്ക്കളെ പ്രാപ്തരാക്കും. പരിശീലന കാലത്ത് വൈദ്യപരിശോധന ആവശ്യം വന്നാൽ അവയെല്ലാം ഇവിടെ തന്നെ നൽകും. നാടൻ നായ്ക്കൾക്ക് പുറമെ റോട്ട്വീലർ, ജർമ്മൻ ഷെപ്പേർഡ്, ലാബ്രഡോർ, ഡോബർമാൻ തുടങ്ങി എല്ലാ ഇനത്തിൽപ്പെട്ട നായ്ക്കളും സജിയുടെ ഡോഗ് ട്രെയിനിങ് സെന്ററിലുണ്ട്. ദൂരെ യാത്രകൾ പോകുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ബന്ധുവീടുകളിൽ സന്ദർശിക്കുമ്പോഴൊക്കെ അവർക്ക് ഈ നായകളെ മറ്റുള്ളവരെ ചികിത്സിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഇത് സംരക്ഷിക്കാനോ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് പലരും നായകളെ വളർത്താതിരിക്കുന്നത്. അപ്പോൾ നിരവധി നായപ്രേമികളായിട്ടുള്ളവർക്ക് ഈ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഹോസ്റ്റൽ തന്നെ സംവിധാനം ഉണ്ട്. നായകളെ നമ്മളിവിടെ സംരക്ഷിക്കും. ഒരു യാത്ര പോകുമ്പോൾ നമ്മുടെ ഈ ഹോസ്റ്റലിൽ ഏൽപ്പിച്ചിട്ട് പോകാം. അങ്ങനെ ഒരു സംവിധാനം കൂടെ നമുക്ക് ഉണ്ട്. ചെറുപ്പം മുതൽ നായ്ക്കളോട് പ്രത്യേക സ്നേഹവും താല്പര്യവും ഉണ്ടായിരുന്ന സജി വിമുക്ത ഭടൻ KP സഞ്ജയിൽ നിന്നാണ് ഇവയെ പരിശീലിപ്പിക്കുന്ന രീതി മനസ്സിലാക്കിയത്. നിരവധി പേർ തടിയമ്പാട് പ്രവർത്തിക്കുന്ന സെക്യൂർ ഡോഗ് ട്രെയിനിങ് സെന്ററിൽ നായ്ക്കളെ പരിശീലിപ്പിക്കാനായി എത്തിക്കുന്നുണ്ട്. വീട്ടുകാർ ദിവസങ്ങളോളം യാത്ര പോകുമ്പോൾ നായ്ക്കളെ സംരക്ഷിക്കുന്നതിനായി ഒരു ഡോഗ് ഹോസ്റ്റൽ തുടങ്ങാനാണ് സജിയുടെ ആലോചന. ന്യൂസ് 18 ഇടുക്കി. ഗുരുവായൂർ നഗരസഭയിലെ പ്രതിപക്ഷ ഉപനേതാവും കൗൺസിലറുമായ KP റഷീദ് പൊതുപ്രവർത്തകൻ മാത്രമല്ല, ഒന്നാന്തരം ഒരു കർഷകൻ കൂടിയാണ്. കൃഷിരംഗത്ത് വൈവിധ്യമാർന്ന വിളകളിറക്കി മാതൃകയാവുകയാണ് ഈ നേതാവ്. കഴിഞ്ഞ വർഷങ്ങളിൽ പച്ചക്കറി കൃഷിയിൽ 100 മേനി വിളവെടുത്ത ശേഷം അടുത്ത വിഷുവിന് കണിവെള്ളരി ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കർഷകൻ. ഇതിനായി വയൽ കിളച്ചുമറിച്ച് വെള്ളം നിറച്ച് തടമൊരുക്കി വിത്തിട്ടു.
സ്വന്തം പാടത്ത് 50ഓളം സെന്റാണ് വെള്ളരി കൃഷിക്കായി ഒരുക്കിയത്. വിത്തുപാകിയ തടത്തിൽ വെള്ളം നനച്ചും വളമിട്ടും നട്ട് നനച്ച് വളർത്തുകയാണ് ഈ കർഷകൻ. സമീപത്തെ സ്കൂൾ കുട്ടികളും നാട്ടുകാരും ഒപ്പമുണ്ട്. ഏപ്രിൽ 12-ന് വിളവെടുക്കുന്ന രീതിയിലാണ് വിത്തുപാകിയത്. ജൈവവളം മാത്രം ഉപയോഗിച്ചാണ് കൃഷി. കഴിഞ്ഞ വർഷങ്ങളിലും റഷീദ് ഇത്തരത്തിൽ കണിവെള്ളരി കൃഷി ചെയ്തിരുന്നു. ഓരോ വർഷവും വലിയ വിളവും നാട്ടുകാരുടെ പിന്തുണയും കിട്ടിയതോടെ കൃഷിയിൽ സജീവമായി. കൂടാതെ സമീപത്തെ ചീരകൃഷിയും നടത്തുന്നുണ്ട്. വരുന്ന വിഷുവിന് എല്ലാവർക്കും ജൈവ വെള്ളരി നൽകുക എന്ന ലക്ഷ്യത്തോടെ 2 മാസക്കാലത്തെ പ്രയത്നം കൊണ്ട് ഗുരുവായൂർ പ്രദേശത്തെ മുഴുവൻ കടകളിലും വീടുകളിലുമൊക്കെ തന്നെ നല്ല വിഷരഹിതമായ വിഷു വെള്ളരി, കണിവെള്ളരി ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇവിടെ തടം ഒരുക്കിയിട്ടുള്ളത്. പൊതുപ്രവർത്തനം കഴിഞ്ഞാൽ പാടത്ത് കൃഷിപ്പണിയിലായിരിക്കും ഈ നേതാവ്. രാഷ്ട്രീയ പ്രവർത്തനവും കൃഷിയും ഒരുമിച്ച് കൊണ്ടുപോയി ഓരോ മലയാളിക്കും വിഷരഹിത പച്ചക്കറി ഉറപ്പാക്കുകയാണ് റഷീദിന്റെ ലക്ഷ്യം. ന്യൂസ് 18 ഗുരുവായൂർ. 2 വർഷത്തിലധികം സമയമെടുത്ത് സ്വന്തം കൈപ്പടയിൽ ഖുർആൻ എഴുതി തയ്യാറാക്കിയിരിക്കുകയാണ് പത്തനംതിട്ട ചിറ്റാറിലെ അബ്ദുൽ കരീം എന്ന 93-കാരൻ. 600 പേജുകളും 3 കിലോ തൂക്കവുമുണ്ട് കരീം തയ്യാറാക്കിയ ഖുർആന്. രാജ്യത്ത് തന്നെ ഇത്തരത്തിൽ ഒരു ഖുർആൻ അപൂർവമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 3 പതിറ്റാണ്ടോളം അധ്യാപകനായിരുന്ന അബ്ദുൽ കരീം ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷവും സമയം പാഴാക്കാൻ തയ്യാറായില്ല. നാട്ടിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലും കായിക മേഖലയിലുമെല്ലാം സജീവമാണ് ഈ 93-കാരൻ. ഇപ്പോൾ ഖുർആൻ സ്വന്തം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയിരിക്കുന്നു. രാജ്യത്ത് തന്നെ ഇത്തരത്തിൽ ഖുർആൻ എഴുതിയവർ വിരളമാണ്. യഥാർത്ഥ പതിപ്പിൽ നിന്നും നേരിയ വ്യത്യാസം പോലും തന്റെ കൈയെഴുത്ത് ഖുർആനിൽ ഉണ്ടാവരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു അബ്ദുൽ കരീമിന്. എഴുതി പൂർത്തിയാക്കിയ ശേഷം അറബിക് സർവകലാശാല അധ്യാപകരെ കൊണ്ടും മതപണ്ഡിതരെ കൊണ്ടും ഗ്രന്ഥം പൂർണ്ണമായും പരിശോധിപ്പിച്ചു. ഖുർആൻ പൂർത്തിയാക്കിയതിനൊപ്പം യാസീൻ കൈപുസ്തകമായി എഴുതി തയ്യാറാക്കി അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നൽകി. വർഷങ്ങൾ നീണ്ട തന്റെ പരിശ്രമം വിജയമായതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് കരീം സാർ എന്ന ഈ 93-കാരൻ. ന്യൂസ് 18 പത്തനംതിട്ട.